സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ഏറ്റവും അധികം ചർച്ചയായത് മുണ്ടക്കൈ പുനരധിവാസവും അവിടെ വെച്ച് നൽകിയ വീടുകളിൽ ആളുകൾ താമസിച്ചോ തുടങ്ങിയതുമൊക്കെയായിരുന്നു. എന്തായാലും ആ സമയത്ത് വിഷുവിന് മുൻപ് തന്നെ അവരെ വീടുകളിലൊക്കെ കയറ്റി താമസിപ്പിക്കുമെന്നൊരു ഉറപ്പ് സർക്കാർ നൽകിയിരുന്നുവെങ്കിൽ പോലും ഈ വിഷുദിനത്തിലും മുണ്ടക്കൈ ദുരന്തബാധിതർക്ക് ആശ്വസിക്കാൻ വകയില്ല. വിഷുവിന് മുൻപ് മുണ്ടക്കൈ ടൗൺഷിപ്പിലെ 178 വീടുകൾ താമസയോഗ്യമാക്കുമെന്ന് പറഞ്ഞ സർക്കാരിന്റെ ഉറപ്പ് പാഴായി. പല വീടുകളുടെയും നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയായില്ല. മഴയ്ക്ക് മുൻപെങ്കിലും താമസം തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ആദ്യഘട്ടത്തിൽ വീട് ലഭിച്ച ദുരന്തബാധിതർ പറഞ്ഞു. സർക്കാർ നൽകുന്ന ദിനപത്ത കഴിഞ്ഞ മാസം ലഭിച്ചില്ലെന്നും ദുരന്തബാധിതർ പറയുന്നു. വിഷു ഇവിടെ ആഘോഷിക്കാമെന്ന രീതിയായിരുന്നു നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നത്. പക്ഷേ നോക്കുമ്പോൾ ഇവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ ലേശം ഇപ്പോൾ മഴയായതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുന്നുണ്ട്. പല ആളുകൾക്കും പല ആശങ്കകളുണ്ട്. മഴയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങനെ ഒരു 40 വീടോളം ഇവിടെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതിനകത്ത് താമസിക്കുന്നവർക്ക് താമസിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ജില്ലാ കളക്ടറെ കണ്ടു. കളക്ടറോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നത് 178 വീട് ഒരുമിച്ച് തന്നെ വേണം എന്ന് തന്നെയാണ്. കാരണം ഒറ്റപ്പെട്ട സ്ത്രീകളൊക്കെ ഉണ്ട്. മാത്രമല്ല ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ മറ്റ് വീടിന് കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ ഫീൽ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെ ഞങ്ങൾ കണ്ടു. പുള്ളിക്കാരത്തിയോട് സംസാരിച്ചു. അപ്പോൾ മഴയ്ക്ക് മുമ്പായിട്ട് തന്നെ 178 വീടും സജ്ജമാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 9,000 രൂപ നമുക്ക് മാസം കിട്ടേണ്ടത് കിട്ടാത്തതിൽ നമുക്ക് ആശങ്കയുണ്ട്. കാരണം പല ആളുകളും പല പ്രയാസപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്. തൊഴിൽ നഷ്ടപ്പെട്ടു. വേറെ ചൂരൽമല മുണ്ടക്കി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നിന്ന് ഇവിടേക്ക് പറിച്ചു നട്ടപ്പെട്ട ആളുകളാണ് ഞങ്ങൾ. അപ്പം ഞങ്ങൾക്ക് ദിനപത്ത കിട്ടാത്തതിൽ വിഷമമുണ്ട്. ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ഫൈസൽ, അപ്പോൾ ഈ വിഷുദിനത്തിലെങ്കിലും അവിടെ താമസിക്കാമെന്നുള്ള ഒരു ആഗ്രഹമാണ് അതിപ്പോൾ ഇല്ലാതാവുന്നത്. അവർക്ക് ആശ്വസിക്കാൻ വകയില്ല. ഇനിയൊരു മഴക്കാലത്തിന് മുൻപ് തന്നെ പുതിയ വീടുകളിലേക്ക് താമസം മാറാമെന്ന് അവർ വിശ്വസിക്കുകയാണ്. അതിനൊത്ത രീതിയിൽ തന്നെ ഈ നിർമ്മാണ പ്രവർത്തികളൊക്കെ പുരോഗമിക്കുന്നുണ്ട് അവിടെ. ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ വിഷു ആയിരുന്നു അവസാനമായി ഇവർക്ക് നൽകിയിരുന്ന ഉറപ്പ്. ആദ്യഘട്ടത്തിൽ വീട് കിട്ടിയ 178 കുടുംബങ്ങളെ വിഷുവിന് മുമ്പ് താമസയോഗ്യമാക്കും, പൂർണ്ണമായും ടൗൺഷിപ്പിലേക്ക് മാറ്റുമെന്നുള്ളതായിരുന്നു ഉറപ്പ്. എന്നാൽ ആ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല. ആ ഉറപ്പ് പാഴായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമ്മളുള്ളത് ടൗൺഷിപ്പിലാണ്. ഇപ്പോൾ സോൺ 1-ൽപ്പെട്ട നിർമ്മാണം പൂർത്തീകരിക്കേണ്ട വീടുകളാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇനിയും ഒരുപാട് പ്രവൃത്തികൾ പല വീടുകളിലും ബാക്കിയുണ്ട്. ആ ബാക്കിയുള്ള പ്രവൃത്തികൾ തന്നെയാണ് ഇപ്പോഴും അവർക്ക് ആശങ്ക. മഴയ്ക്ക് മുമ്പെങ്കിലും ഈ പൂർണ്ണമായും ഈ 178 കുടുംബങ്ങളെ ടൗൺഷിപ്പിലേക്ക് താമസയോഗ്യമാക്കണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. നമുക്കറിയാം, വയനാട്ടിൽ മഴ പിടിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 4 മാസത്തോളം വലിയ തരത്തിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് സമീപകാലങ്ങളിലൊക്കെ തന്നെ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ഇനിയും ടൗൺഷിപ്പിലേക്ക് ആളുകൾക്ക് താമസം മാറാൻ വൈകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നിലവിലുള്ള സാഹചര്യം വെച്ചിട്ട് ഒരു മാസത്തിനകം, ഇനി മെയ് മാസത്തിനകം ഈ പണികൾ പൂർത്തീകരിക്കുമെന്ന് പറയുമ്പോഴും അത് എത്രത്തോളം യാഥാർത്ഥ്യമാകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ദുരന്തബാധിതരും അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. പല ഘട്ടങ്ങളിലായി ഈ വീടുകൾ, നമുക്കറിയാം തെരഞ്ഞെടുപ്പിന് മുമ്പ് ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത് ഈ ടൗൺഷിപ്പിൽ എത്രത്തോളം അല്ലെങ്കിൽ ഏത് കാലത്ത് അല്ലെങ്കിൽ എന്ന് താമസയോഗ്യമാക്കും എന്നുള്ള കാര്യം തന്നെയായിരുന്നു. എന്നാൽ അതൊക്കെ ഇപ്പോൾ വാക്ക് പാഴാകുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഡ്രൈനേജ്, വെള്ളം, അതുപോലെ ഈ വീടുകളിൽ തന്നെ ഈ മുൻഭാഗത്തുള്ള ഗേറ്റ്, മുറ്റത്തിൻ്റെ പണി ഉൾപ്പെടെ പല ഘട്ടങ്ങളിലായി ഇനിയും പ്രവർത്തികൾ പുരോഗമിക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ സോൺ 1-ലാണുള്ളത്. സോൺ 3-ലും സോൺ 4-നും സമാനമായ രീതിയിലുള്ള പ്രവർത്തികളൊക്കെ തന്നെ പുരോഗമിക്കേണ്ടതുണ്ട്. ഏകദേശം 40 വീടുകൾ മാത്രമാണ് പൂർണ്ണമായും സജ്ജമായിട്ടുള്ളത്. താമസയോഗ്യമായിട്ടുള്ളത് 40 വീടുകളാണ്. 178 വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച, അതായത് ആളുകൾ ഇപ്പോഴും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ യാഥാർത്ഥ്യമാണ്. എന്നിരുന്നാലും ദുരന്തബാധിതരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശങ്ക ഒഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുമാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം, കഴിഞ്ഞ മാസത്തെ ദിനപത്ത ഇപ്പോഴും അവർക്ക് ലഭിച്ചിട്ടില്ല. അതും എത്രയും വേഗം ലഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ദുരന്തബാധിതർ പറയുന്നുണ്ട്. ജിൽസി, ശരി. ഫൈസൽ നെടുമ്പാലയാണ് വിവരങ്ങൾ നൽകിയതപ്പോൾ ഈ വിഷുദിനത്തിലും സന്തോഷിക്കാനുള്ള വകയില്ല മുണ്ടക്കൈ ദുരന്തബാധിതർക്ക് എന്ന് തന്നെയാണ്. ഇനിയൊരു മഴക്കാലത്ത് മുമ്പേ വീടുകളിലേക്ക് താമസം മാറാമെന്നുള്ളൊരു ആഗ്രഹം കൂടി അവർ പ്രകടിപ്പിക്കുമ്പോൾ അതെത്രത്തോളം സാധ്യമാകുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്.